ഗൈസ് അങ്ങനെ നമ്മുടെ ന്യൂയോർക്ക് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ നമ്മൾ നയാഗ്രയ്ക്ക് പോവാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഫിലു ആണ്. രാവിലെ 8 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡ്രൈവാണ്. ഓൾമോസ്റ്റ് 2 hours ഡ്രൈവ് ഉണ്ട് റോച്ചസ്റ്ററിൽ നിന്ന് നയാഗ്രയ്ക്ക്. ബ്യൂട്ടിഫുൾ കാഴ്ചകളായിരുന്നു ഓൺ ദ വേ നമ്മൾ കണ്ടത്. എനിവേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് അതിനും ഭംഗിയായിട്ടുള്ള നാച്ചുറൽ വണ്ടർ ആയിട്ടുള്ള നയാഗ്ര ഫോൾസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ഫോൾസിലോട്ട് പോകാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നയാഗ്രയ്ക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ അഖിൽമോൻ നമ്മുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. നമ്മൾ മയാമിക്ക് പോയ കാനഡയിൽ നിന്ന് വന്ന അവൻ വന്നിട്ടുണ്ട്. അവനാണ് ഫ്രണ്ടിൽ കിടക്കണേ. ആലിസ് നീ ഫോൾസ് കാണാൻ വന്നിക്ക ആണാ? അതെ ഈ സൈഡിൽ വന്നിട്ടില്ലേ? ഇന്ന് ലോങ് വീക്കെൻഡ് അല്ലേ? പിന്നെ ഇന്ന് ലാസ്റ്റാണ് ഫയർ വർക്ക്സ് ഇതെല്ലാം. എൻ്റെ നയാഗ്രയ്ക്കുള്ളത് 3ാമത്തെ ട്രിപ്പാണ്. ഇത്തവണ നയാഗ്ര കാനഡ സൈഡിൽ നിന്നും കാണണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അല്ലാണ്ട് നയാഗ്ര റിവർ ഫിലു ഈ റിവറിന്റെ സൈസും ഒഴുക്കും കണ്ട് വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പോണത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലേക്കാണ്. അവിടേക്കുള്ള യാത്രയാണ് നമ്മളിപ്പോ. ഞങ്ങൾ വീണ്ടും മയാമി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ നയാഗ്ര ട്രിപ്പ് വിത്ത് കുട്ടീസ്. അങ്ങനെ നമ്മൾ റെയിൻബോ ബ്രിഡ്ജിന്റെ മുകളിൽ വന്നിരിക്കുകയാണ്. US സൈഡിൽ നിന്നുള്ള അപ്പർ ഡെക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് ഫോൾസിന്റെ. അപ്പുറത്ത് കാണുന്നത് റെയിൻബോ ബ്രിഡ്ജും കാനഡ സൈഡുമാണ്. ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലേക്ക് പോകുന്നത്. ലേക്ക് എറിയുന്ന ഓൾമോസ്റ്റ് 36 miles ട്രാവൽ ചെയ്തിട്ടാണ് ഇത് ലേക്ക് ഒൻറ്റാറിയോയിൽ ജോയിൻ ആവണം. അവിടെയാണ് നമ്മുടെ ഫോൾസ് വരുന്നത്. അങ്ങനെ നമ്മൾ അപ്പർ ഡെക്കിൽ നിന്നുള്ള ഫോൾസിന്റെ കാഴ്ചയെല്ലാം കണ്ട് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണ്. $33 ഒരാൾക്ക് മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലെ ഒരു ട്രാവലിങ്. നമ്മൾ നേരെ ഫോൾസിന്റെ അവിടേക്ക് നല്ല ഫുൾ വ്യൂ കാണാനാണ് പോണത്. ഇതിന് മുന്നേ 2 തവണ വന്നപ്പോഴും എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇടുകയാണ് ഈ വീഡിയോ. ഇത് 2 സൈഡിൽ നിന്നും ബോട്ട് സർവീസ് ഉണ്ട്. കാനഡ സൈഡിൽ നിന്ന് ഒരു ബോട്ട് പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ US സൈഡിൽ നിന്നുള്ള ബോട്ട് പോകും. അങ്ങനെയാണ് ഈ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. രണ്ടും നടത്തുന്നത് ഒരു ടീം ആവാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് നേരെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിലേക്ക്. അപ്പൊ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? അലിച്ച് വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അത് നോക്ക്, നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. ആൾക്കാരെ റെയിൻബോ മണിയാ റെയിൻബോ മണിയാ റെയിൻബോ. അങ്ങനെ നമ്മൾ നയാഗ്ര ഫോൾസിന്റെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എല്ലാം കഴിഞ്ഞ് ജനങ്ങളാണ് ഇവിടെ. നല്ല തിരക്കാണ്. ഞങ്ങൾ കാനഡ സൈഡിലേക്ക് പോകാനുള്ള പരിപാടി ഉണ്ട്. അവിടുത്തെ റെയിൻബോ ബ്രിഡ്ജിൽ തിരക്ക് കാണുമ്പോൾ വണ്ടികൾ നിറഞ്ഞു നിൽക്കുകയാണ് അവിടെ. ഇങ്ങോട്ട് വരാനാണ് തിരക്ക്, അങ്ങോട്ട് പോകാൻ വലിയ തിരക്കില്ല. നേരെ ഇറങ്ങിയാൽ മതിയാ. എനിവേ നമ്മളിവിടെ ഈ പാർക്കിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാന്നുള്ള പരിപാടിക്ക് പോകും. അലിച്ചു വാ, അലിച്ചു ഫോൾസ് കണ്ട? നീ ഫോൾസ് കണ്ട? അങ്ങനെ നമ്മള് US സൈഡിൽ നിന്നുള്ള ഫോൾസ് എല്ലാം കണ്ട് അപ്പച്ചനും അമ്മച്ചേക്കും
ഒരു റൂമൊക്കെ എടുത്തെടുത്ത് അവരവിടെ റെസ്റ്റ് എടുക്കുന്നത്. അവർക്ക് കാനഡയിലത്തെ വിസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാനഡ സൈഡിൽ നിന്നുള്ള നയാഗ്ര ഫോൾസിൽ കാണാൻ വേണ്ടി പോവാണ്. റെയിൻബോ ബ്രിഡ്ജ് കയറി നമ്മൾ കാനഡ സൈഡിൽ നിന്നുള്ള നയാഗ്ര ഫോൾസിൽ കാണാനുള്ള യാത്രയാണ്. ഒരു 11 മിനിറ്റിൽ റെയിൻബോ ബ്രിഡ്ജ് എത്തും. അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ കാനഡയായി. അപ്പോൾ ഫിലു ഞാനും പോയിട്ടില്ല. ഞാൻ റെയിൻബോ ബ്രിഡ്ജ് കടന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാനും ഫിലു, അലിസു, പിന്നെ നമ്മുടെ ബേബി അനോറ എല്ലാവരും കൂടി കാനഡ വിസിറ്റ് ചെയ്യാണ്. കാനഡയുടെ ബോർഡർ കടന്ന് നമ്മൾ കാനഡ സൈഡിൽ നിന്നുള്ള നയാഗ്ര ഫോൾസ് കാണാൻ പോകണം. റെയിൻബോ ബ്രിഡ്ജ് പാസ് ചെയ്യാണ് കേട്ടോ. റെയിൻബോ ബ്രിഡ്ജ് അവിടെ നമുക്ക് പാസ്പോർട്ട് കാണിക്കണം എന്ന് പറഞ്ഞല്ലോ. അത് കാനഡ സൈഡിലെ ഇമിഗ്രേഷൻ ആയിരിക്കും. തിരിച്ചത് US സൈഡിലെ ഇമിഗ്രേഷൻ്റെ തിരക്ക് കണ്ട നിറച്ച് വണ്ടികൾ. ആ പാലം നിറച്ച വണ്ടിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വലിയ വണ്ടികളൊന്നും ഇല്ല. കാനഡയ്ക്ക് പോകാൻ വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇമിഗ്രേഷനാണ് അവിടെ. ചെറിയ തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം 1 2 3 4 ലൈൻ ഇവിടെയുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ വെൽക്കം ടു കാനഡ. നിങ്ങൾ കാനഡയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇമിഗ്രേഷനൊക്കെ സ്മൂത്താണ്. നമ്മൾ കാനഡിയൻ സൈഡിലുള്ള നയാഗ്ര ഫോൾസിലോട്ട് ഫോൾസ്. അങ്ങനെ ഫൈനലി നമ്മളിവിടെ കാനഡ സൈഡ് വന്നിരിക്കുകയാണ്. റെയിൻബോ കണ്ടില്ലേ? ഹ്യൂജ് റെയിൻബോ. വെള്ളം ഇങ്ങനെ ഇവിടെ 24 മണിക്കൂർ മഴ പെയ്യുന്ന സ്ഥലമാട്ടാ. എപ്പോഴും ഈ വെള്ളം വന്നുകൊണ്ടിരിക്കും. എല്ലായിടത്തും ഇതാണ്. ഇപ്പൊ ഞാൻ കുറെ ഇവിടെ വന്നിട്ട് 10-13 വർഷം കുറെ നാളായി ഇതിങ്ങനെ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങോട്ട് കടന്നിട്ട് ഇവിടെ നിന്ന് കാണണം, ഇവിടുന്ന് കാണുന്നില്ല. ഇതേ അതിന് നിമിത്ത ഫിലു പിന്നെ വരെ അതിനുള്ള നിമിത്തത്തിൽ ഭാഗമാവാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മളത് എട്ടിയും കുട്ടിയും ചട്ടിയൊക്കെ ഇട്ട് ഞങ്ങളുടെ ന്യൂബോൺ 2 മാസത്തിന്റെ അനോറ ബേബി വരെ നിങ്ങളെ ഓള് കാണാൻ പോവാണ് കാനഡ സൈഡിൽ നിന്ന്. 24 hours മഴ. യെസ്, ആ റെയിൻബോ പൊളിച്ചിട്ടുണ്ടോ? ആ ആഹാ, ഡക്കമ്മാവൻ പോണാണ്. ഡക്കമ്മാവൻ നയാഗ്രയിലെ ഡക്കമ്മാവൻ. നോക്കടാ, വലിയ വലിയ ഡക്കിടാ, വലിയ വലിയ ഡക്ക്. This is the view. This is the fall. Amma. കാനഡ സൈഡിൽ നിന്നുള്ള ഫോളെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നയാഗ്ര ഡൗൺ ടൗൺ എക്സ്പ്ലോർ ചെയ്യാണ്. നമ്മുടെ കസിൻ അഖിലാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ വണ്ടിയാണ് ഫ്രണ്ടിലുള്ളത്. അവൻ കാനഡയിലാണ്. അവൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് US സൈഡിലേക്ക് വന്നതാണ്. ഡൗൺ ടൗൺ നല്ല കിടിലനായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ഫൺ സിറ്റി ആയിട്ട് നയാഗ്ര ഫോൾസിൻ്റെ ഡൗൺ ടൗൺ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കാനഡയിൽ നിന്നുള്ള ഫോൾസിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ നയാഗ്ര സിറ്റിയും എല്ലാം നമ്മൾ കണ്ടിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ റെയിൻബോ ബ്രിഡ്ജ് വഴി തിരിച്ച് US വരികയാണ്. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഫോൾസിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. നമുക്കിത് നേരെ പാരഡൈസിലേക്ക് പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ഫയർ വർക്ക്സും അതുപോലെ തന്നെ രാത്രിയിൽ നയാഗ്ര കാഴ്ചയും കാണാം. രാത്രിയിൽ ലൈറ്റ്സിൽ നയാഗ്ര ഫോൾസ് കാണാൻ കിട്ടില്ലാൻ ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ 2 സൈഡിൽ നിന്നുള്ള ഫോൾസിൻ്റെ കാഴ്ച ഈ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ.